നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സിനിമയുടെ മർമ്മം ആവോളം ആവഹിച്ച ഒരു താരജോഡിയെയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മറ്റാരുമല്ല, ഹ്രസ്വകാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ വാനോളമുയർന്ന സവിശേഷ സിദ്ധിയുള്ള മലയാളിയുടെ സ്വന്തം തമിഴിൻ്റെ ദത്തുപുത്രി അമല പോൾ. അമലയ്ക്കൊപ്പം തമിഴ് സിനിമയിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്ത സിനിമാ സംവിധായകൻ, അതോടൊപ്പം തന്നെ അമലയുടെ ഭർത്താവും കൂടിയായ വിജയ്. അമല, വിജയ്, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഇവിടെ പിടിച്ചിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അല്പം വൈകിയാണെങ്കിലും രണ്ടുപേരും എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അതെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യലിൽ കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യരായിട്ടുള്ള രണ്ടുപേര് വിജയും അമലയാണ്. സെലിബ്രേറ്റഡ് കപ്പിൾ. വിജയൻ അല്പം ഒരു വിഷമം, ചമ്മൽ വരുന്നുണ്ട്, ഒരു ആകെ What exactly is that? Are you feeling a little uneasy actually? No, I'm trying to get the language properly. Actually, okay. But how did you get her language correctly? Language of love. It's പ്രണയത്തിന്റെ ഭാഷ. പ്രണയത്തിനൊരു ഭാഷയുണ്ടോ അമല? ഇല്ല, ഒരു ഭാഷയില്ല. No, it's in your eyes. Okay. I think. Was it really in her eyes? Yes, of course. കണ്ണിലൂടെയാണ് പ്രണയം വായിച്ചത്. It actually happened very rombo. ഞാൻ അമലയുടെ മലയാളം വിജയന് മനസ്സിലാവില്ല. അമലയുടെ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചു പോവായിരുന്നു അമലയെക്കുറിച്ച്. നമ്മുടെ റിസർച്ച് ആൾക്കാർ കുറേ സാധനം കൊണ്ടു തന്നു. എന്നെ വശീകരിച്ച് കല്യാണം കഴിക്കൂ എന്നൊരു പ്രസ്താവന എവിടെ കണ്ടു. എന്താ പറയണ്ടേ, എന്നെ വശീകരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് തമിഴ് പറഞ്ഞോടൊക്കെ? Like try hard to get me. Try hard to get. You have to try get hard. me. I'm not so easily attractable. Yeah. പക്ഷെ വിജയ് അത്ര കാര്യമായിട്ട് കഷ്ടപ്പെട്ടൊന്നുമില്ല. യു ഡിഡ് ഡു No. അത്ര ഒരു സ്ട്രെയിനേഴ്സ് ആയിട്ടൊരു എഫോർട്ട് ഒന്നും നടത്തിയിട്ടില്ല. No. Was it so easy? No, it was very No, new. I think the best part is he was just being himself. That attracted me, I think. It's very mutual. Because ரெண்டு பேருக்குமே அது இருந்தது. So one point it come out. സൈമൾട്ടേനിയസ്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നിമിഷം രണ്ടുപേരും തിരിച്ചറിഞ്ഞു. കാൺ ബി ലൈക്ക് ദാറ്റ് ദിബേ. അങ്ങനെ പറ്റുമോ അങ്ങനെ? ഓഫ് കോഴ്സ്. ഞങ്ങൾ ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ദൈവത്തിരുമകളാണ് എൻ്റെയും വിജയുടെയും ഫസ്റ്റ് ഫിലിം. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ആഫ്റ്റർ മൈന ഇറ്റ് വാസ് ദൈവത്തിരുമകൾ. സോ ഐ വാസ് വെരി ന്യൂ ടു ഇൻഡസ്ട്രി. അപ്പോൾ ഞാൻ എല്ലാ കാര്യത്തിലും ഐ യൂസ് ടു കോൾ ഹിം ലൈക്ക് മോറൽ സപ്പോർട്ട്, പുതിയ പ്രോജക്ട്സിനെ പറ്റി ചോദിക്കാനും എല്ലാ കാര്യത്തിലും സജഷൻ. ഹി ബിക്കേം വെരി ക്ലോസ് ടു മൈ ഫാമിലി. സെയിം ഐ ബിക്കേം വെരി ക്ലോസ് ടു ഹിസ് ഫാമിലി ഓൾസോ. അതുകൊണ്ട് ആ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ദൈവത്തിരുമകളുള്ള പടത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് വാസ് ദേർ? Yeah, that was the first meeting. എപ്പോഴാണ് അമലയിലെ when did Amala strike you actually? Was it seeing No, it was Maina? a very special moment. അമലയുടെ ആദ്യം കാണുന്നത് എൻ്റെ ഓഫീസിൽ. ഓഫീസിൽ, വിജയുടെ ഓഫീസിൽ. അன்னைக்கு അമല ബർത്ത്ഡേ. அது எனக்கு அறியல, ஆദ്യം அறியல. அப்போது அமலா ஆஃபீஸ் வந்திருக்கும்போது ஒரு ஆக்டர் ஆடிஷனுக்காக வந்திருக்காங்க. மைனா ஆக்ட் பண்ண. மைனா பிஃபோர் தட் ஐ சா மைனா. ஓகே. ஸோ ஐ வெரி இம்ப்ரெஸ்ட் வித் த பர்ஃபார்மன்ஸ். ஸோ அதில் ஒரு பயங்கரமான ஒரு பர்ஃபார்மன்ஸ் ரோல் தெய்வ திருமகள் இருக்குது. ஸோ அதுக்கு யாரை பார்க்கலான்னு சொல்லும்போது ஐ வாஸ் ரெஃபரிங் ப்ரொடியூசர்ஸ். அப்போ மைனா ரிலீஸ் ஆகலை அப்போ. ஸோ அதனால் ஐ வாஸ் டெல்லிங் ப்ரொடியூசர்ஸ் இந்த பொண்ணை ரொம்ப நல்லா பண்ணியிருக்காங்க, கூப்பிட்டு மீட் பண்ணலாம். Okay, so she came to your office, alle? Yes, yes. Amala office-ലേക്ക് വന്നു. Okay. So அப்போ தான் ஃபஸ்ட் டைம் மீட் பண்ணோம். Then she come to know her birthday. Then we took her to her lunch. ഫസ്റ്റ് ദിവസം കാണുന്നു, ആ ദിവസം തന്നെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നു, ലഞ്ച്. ഇത് ചെറിയ കാര്യമല്ല. அது என்னாச்சுன்னா she that one day in her life, ஒரு இயரில் ஒன் டே தான் வரும் நமக்கு. So today that day she was left all family and everyone. She's come to meet us. So I thought ആ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ബർത്ത്ഡേ ആയിട്ട് കൂടിയിട്ട് വീട്ടുകാരെ എല്ലാം വിട്ടിട്ട് വിജയുടെ ഓഫീസിലേക്ക് വരാൻ കാണിച്ച ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അല്ലേ? അമലയ്ക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു വിജയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ? ഒരുപക്ഷെ ഈ ഓഡിഷനിൽ മൈനയിലൊക്കെ തിളങ്ങിയെങ്കിൽ പോലും വേണമെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് കിട്ടാൻ
സാധ്യതയുണ്ടോ അങ്ങനെയുള്ള ആശങ്ക വല്ലതും ഉണ്ടായിരുന്നു? വെരി കൂൾ ആക്ച്വലി. മോർ ദാൻ എവറിത്തിങ് ഞാൻ മദ്രാസപട്ടണം കണ്ടിരുന്നു ഈ വിജയനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ ആ മൂവി കണ്ടിട്ട് ഐ ബിക്കേം എ ബിഗ് ഫാൻ ഓഫ് ഹിം. സോ എനിക്കിങ്ങനെ വിജയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ ഓഡീഷനേക്കാളൊക്കെ എൻ്റെ മൈൻഡിൽ ഓൾറെഡി മീറ്റും സംഭവം. ഞാൻ എന്നിട്ട് പ്രതീക്ഷിച്ചത് ഭയങ്കര വയസ്സായ ഒരു ഡയറക്ടറാണ്, ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള. കാരണം മദ്രാസപ്പെട്ട കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇറ്റ്സ് എ പീരിയഡ് ഫിലിം. എനിക്കെന്തോ അങ്ങനെ തോന്നി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, എനിക്ക് അങ്ങനെ അതിൻ്റെതായിട്ടുള്ള വയസ്സുണ്ടാവും, പ്രായമുള്ള ആളായിരിക്കും. അതെ. അപ്പൊ അവിടെ ചെന്നപ്പോ സന്തോഷം കൂടി. ഞാൻ ഡോർ തുറന്നപ്പോ he was sitting there. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കില്ല. അയാളുടെ അസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ he's introduced, ഞാനാണ് ഡയറക്ടർ വിജയ്. I said I think that why are you're so young, like that's the first thing I said. That was the first compliment Vijay you got? No, I started my career I started my, yeah, of course. ഇത് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റില്ലേ? A lot of truth has to be told. No, it's we started my career very young age, so വിജയ് എത്ര വയസ്സിലാണ്? വിജയുടെ ഫാദറൊക്കെ ഫിലിം പ്രൊഡക്ഷനിലുള്ള ആളാണ്. യു ആർ എ ഫിലിം ഫാമിലി. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ അറ്റ് യങ് ഏജ് വുഡ് ഹാവ് ബീൻ part of the movies, right? Yeah. I remember I still from 9th standard lerundu I wanted to become a director. Okay. So adukku I don't know, I didn't know what to do. So I wanted to join film institute. Korchu padikano, so film institute le appo I didn't get the admission. So I got into a bigger university. 9th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിജയ് got connected to the movies അല്ലേ? 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമല ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാനും പോയി. സോ മോറോർലെസ് രണ്ടുപേർക്കും ഏറെക്കുറെ സിനിമയായിട്ടുള്ള. എനിവേ, ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആശംസ നേരാൻ വേണ്ടി വളരെ പ്രിയങ്കരനായ ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. ലെറ്റ് us see who is it actually. നോക്കട്ടെ. Hi Amla, hi Vijay. Wishing you a wonderful life filled with fun and happiness. Celebrate the beautiful journey of life. Have a wonderful life. Thank you very much. Oh, so മോഹൻലാൽ വാസ് വെരി പർട്ടിക്കുലർ. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഷോയിൽ വരുമ്പോൾ രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആശംസയോട് കൂടിയിട്ട് തന്നെ ഈ ഷോ തുടങ്ങണം. That's so sweet of him. Very sweet of him. He's a sweetheart, yeah. അല്ല, അമലയ്ക്ക് നന്നായിട്ട് അറിയാം. എന്താ കാരണം വെച്ചാൽ അമലയുടെ ലാലുവായിട്ടുള്ള പടം സൂപ്പർ ഹിറ്റായിരുന്നു. Yes, ആക്ച്വലി അമല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ പിള്ളേരൊക്കെ അമലേനെ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഒരു സിനിമയുടെ പശ്ചാത്തലത്തിൽ. ആണോ? അതിന് മുമ്പ് മൈന ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അല്ല, തമിഴിലുള്ള അതൊക്കെ എല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ പോലും മോർ റീച്ച് ആക്ച്വലി. എന്താ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ലാലിൻ്റെ കൂടെ അത് മാത്രമല്ല ആ രംഗങ്ങളൊക്കെ ആ പാട്ടൊക്കെ ഭയങ്കരമായ ഹിറ്റായി മാറി. വാലന്റൈൻസ് ഡേയിൽ ആശംസ നേരാൻ മോഹൻലാൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ പാട്ടിൻ്റെ 2 ലൈന് അമലയെ കൊണ്ടൊന്ന് മൂളിക്കണമെന്ന്. റിട്ടേൺ ഗിഫ്റ്റ് ഹിം. Yes. She sings well. Yeah, she sings well. Okay. See, ലാലേട്ടൻ ഇത്ര മനോഹരമായിട്ട് പാടിയ പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ ആ മനോഹരമായി പാടി പാട്ട് കുളമായിട്ട് പാട് നോക്കണം. I'll try. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ. നിങ്ങൾ കൈ അടിച്ചാൽ താളം തെറ്റിച്ചു. നന്നായി പാടിക്കൊണ്ടിരുന്നത് കൈ അടിക്കാതിരിക്കും പാടത്തെ. So we are trying to balance. വിജയ് ഒരു പാട്ടുകാരനല്ല. You also sing actually. Never. വിജയ് ഒരു ഭയങ്കര സ്പെഷ്യൽ ടാലന്റ് ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ വെച്ച് അമലയെ ആകസ്മികമായി കണ്ടപ്പോൾ അന്ന് അമല പറഞ്ഞ കാര്യം അമല മറന്നുപോയിട്ടുണ്ട്. എനിക്ക് ആ വിജയോടുള്ള എൻ്റെ പ്രണയം വർദ്ധിക്കാൻ കാരണം വിജയ് എനിക്കൊരു പാട്ട് പാടി തന്നു. No way. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടോ ആണോ എന്ന്. You have never sung for her? No. ഇതുവരെ പാടിയിട്ടില്ലേ? പാടി അമല ഓടി പോകുന്നു വിചാരിച്ചിട്ടാണ്. No, I want relation to be stronger, not weaker. But you also sing actually, അല്ലേ? No, not really. Not really. No, he sings. He sings. Yeah, he is a very big fan of Ilayaraja sir. So അവരുടെ പാട്ടെല്ലാം Who can't be, you know. Yeah, but അവരുടെ പാട്ട് അവരുടെ സ്റ്റൈലിൽ പാടും.
ആണോ? Like he'll at least try. ഓക്കെ, അവൻ ഒരു കൈയടിച്ചു കൊടുക്ക്, പ്രോത്സാഹിപ്പിക്കുക. തിരിച്ചു We have to keep clapping whole day. I'm not going to This say. is a return gift, Vijay. No. Let's try. It's not a gift. It's not a gift at all. Anyway, No. I'm not a singer at all. It's going to be bad. ഒന്ന് ഹമ്മിയോ ഒരു ബാത്റൂം സിംഗർ ഇല്ലാത്ത ആരവുള്ള വിജയ്. Keep cool, don't worry about it. No, I'm. Think about Priyadarsh in your mind. Oh, Priyan sir. You are demigod, God. Then it will come actually. Okay, ready? Time starts now. Alle? No, Yeah, seriously. okay. Sir, I don't. Sing ba. Endona. What is it? You are our son-in-law. Don't worry about it. Hope they won't hate me after. No. They won't love you actually. Okay. I don't know what to say. Okay. தென்பாண்டி சீமையிலே தேரோடும் வீதியிலே மான் போல வந்தவனே யாரடிச்சாரோ 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 வளரும் பிறையே தேயாதே. Sorry, I'm not getting it right. ഇത് നായകനല്ലേ? നായകൻ കമൽഹാസന്റെ. Yes. വെരി ഗുഡ്. പക്ഷെ വിജയ് ട്രൈ ചെയ്തിട്ട് നല്ലൊരു പാട്ടുകാരനും കൂടി ആകാം. Yeah, he's a good singer, but Yeah. No, I don't want to spoil Raja sir's voice. എന്താ കാരണം അറിയാം? വിജയ് എന്ന് വെച്ചാൽ വിജയ് ഇസ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ ബിക്കോസ് മലയാളം ഈസ് നോട്ട് ഹിസ് ടെറൈൻ ആക്ച്വലി. അതിന്റെ ഒരു Not only that, I'm not a very camera person or stage person. Vijay, I mean, you being with Amala, you need to be camera savvy now. You know, right? Most of the cameras are glued to her actually. all the time. Now he's also becoming a victim yeah. of that. She is capturing all the cameras now actually. Anyway, ഒരാളും കൂടെ വരേണ്ട സമയം. Let us see who is it. സാധാരണ എല്ലാ നടിമാരും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിനയത്തോടൊക്കെ വിട പറഞ്ഞു പോകുന്നവരാണ്. അമലയാണെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അമലയുടെ ഈ ഒരു നടിയാവണം അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നുള്ളൊരു സ്വപ്നത്തിൻ്റെ കൂടെ വിജയ് വളരെയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്പേസ് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. He is her hero. Yeah. അമലയുടെ സുഹൃത്തുമാണ്, നായകനാണ്, കോ ആക്ടറാണ്. നിവിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഓഫ് കോഴ്സ് യു ആർ എ ബ്യൂട്ടിഫുൾ കപ്പിൾ, രണ്ടുപേരും ചാമിങ്. സിനിമയിൽ വിവാഹം കഴിഞ്ഞിട്ടും യു ആർ കണ്ടിന്യൂയിങ്. സാധാരണ ഇതിലൊരു പിന്നെ യുനോ ഞാൻ മലയാളത്തിലും ഹിന്ദിയിലും അല്ല ഇംഗ്ലീഷും കൊണ്ട് സംസാരിക്കുക. സാധാരണ ഇതിൽ വിവാഹം നടന്നു കഴിയുമ്പോൾ ഒരു ജെർക്ക് വരാറുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഇവിടെ ഒന്നുമില്ല. അമല ഈസ് പീസ്ഫുൾ, happy with the movies. She's going from heights to heights, capturing new horizons. What is the magic of it actually? No, I think she's very talented, first everything. And whatever she's moving, she's always given 100%. That's what I personally feel. She's 100% dedicated. She's fully involved in whatever she's doing. That's the reason she's going places. വിജയ്, സാധാരണ രീതിയിൽ കല്യാണം കഴിച്ച ഇവിടെ കേരളത്തിലേക്ക് ഒരു ശീലമുണ്ട്. ഇൻ കേരള ഞങ്ങൾക്കൊരു ശീലമുണ്ട്. എന്താ വെച്ചാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ആക്ടർ ഷീ സ്റ്റോപ്സ് ആക്ടിങ്. No, it's honestly speaking, we also discussed about it. You discussed? But she decided to be part of good films after marriage. Yeah. So that is what the truth is. So whenever she wants to be part of a good film, we said definitely yes. So you are also very happy that she is part of the movies now. No, good films, I'm talking. Good films. Yeah. It's not for, there is no necessary for any commercial films or any commercial aspects. ഇനി ഫെയിമിന് വേണ്ടി ഇനി മൂവി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. So that's You are well known. Yeah. So movie or work which gives me satisfaction. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഇപ്പോൾ മിലി പോലെ അല്ലെങ്കിൽ ലൈല പോലെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് സ്ക്രിപ്റ്റ്സ് ചെയ്യാന്നുള്ളത്. സ്പെഷ്യൽ Something where I ആയിട്ട് can prove myself again and again. അതായത് വാരിക്കോരി സിനിമയിൽ അഭിനയിക്കുന്നില്ല. But because my priority has changed now, Vijay is my priority, family has become a priority, so I have to balance both. സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യു ഗെയിൻ ലോഡ് ഓഫ് പോപ്പുലാരിറ്റി. ഒരുപാട് പ്രശസ്തിയും പണവും എല്ലാം വരും. അതോടൊപ്പം തന്നെ വേറൊരു സാധനം കൂടെ വരും. എന്താ അറിയാം? ചീത്തപ്പേരാണോ? ചീത്തപ്പേര്, അപവാദം, ഗോസിപ്പ് എല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ദി മൂവീസ്. ശരിയല്ലേ? Yes, true. It's a part and parcel അല്ലേ? എല്ലാ ഫീൽഡിലും ഉണ്ട്.
പിന്നെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അത് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും. പക്ഷെ ബോളിവുഡിലൊക്കെ വിജയ് ഗോസിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പാരാമീറ്റർ ഫോർ ദ സക്സസ്. If there are so many gossips, that means that person is growing. ഇല്ല നമ്മൾ പറയില്ല. Even Tamil, it's applicable to a certain extent, അല്ലേ? Not really. Not really. People who are jobless also having gossip. So it's not about. I don't think success and gossip are together. அது ரெண்டும் வேற வேற விஷயமா நான் பார்க்குறேன். It's about how disciplined you are in industry and how. The very simple thing is do your work and get a result. That's all. വിജയ് ഭയങ്കര ഹംബിൾ ആണ്. എനിക്ക് വലിയൊരു പ്രശ്നമാണ് എവിടെ പോയാലും ഇത് ഇങ്ങനെ ഹംബിൾ ആയതുകൊണ്ട് ആൾക്കാരെ ഞാനും ഭയങ്കര ലൈക്ക് സി വിജയ്. അടുത്ത ചോദ്യം എന്താ അറിയാം, വിജയ് എങ്ങനെ സഹിക്കുന്നു? She is tolerating me. Is that? No, in sense she has to pull me for everything, no? So പക്ഷേ അമല, ഞാൻ ചോദിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ I have always seen Vijay to be, because I have a couple of persons who talked about Vijay actually. Okay. And I have a couple of journalist friends in Chennai who know him very well. അപ്പോൾ അവരെല്ലാം പറയണം വിജയ്, ഓ ഹി സോ gem of a man, down to earth, very withdrawn, he doesn't want to be part of it maybe. അതേസമയം അമല ബസ്സിങ് ആൻഡ് എനർജറ്റിക് ആൻഡ് going in full steam. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? That's the first reason. We are completely opposite people. Completely contrast people. അതാണ് ഞാൻ നിனைக்கிறேன். ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ല, നോക്കാം ഒരാൾ വരട്ടെ. എനിക്ക് വിജയോടൊരു ചോദ്യം. ഒരു താരമായ മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം വിജയ്ക്ക് എന്താണ് അമലയെക്കുറിച്ച് പറയാനുള്ളതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. He really wants you to speak the truth. Okay, that's my dad. Yeah, that's my father. അമലയുടെ ഫാദറാണ്. അമലയുടെ ഫാദറാണ്. എന്താണ് തോന്നുന്നത്? What do you exactly feel about her? No, actress is a profession. It's not a personality. It's no. Actually ஒரு வேலை. அது வந்து character, அமலோட character கிடையாது. Amla what inspired me is Amla is very straightforward. ரொம்ப straightforward. Is it a script? No, it's that's what. No, why? You never say anything which doesn't make sense. Like Vijay, I was joking. Okay. എനിക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂലൊക്കെ ഞാൻ She was very particular that you see Vijay should join me in the show. എന്താ കാരണം വെച്ചാൽ she wants to hear a lot of good things. Exactly. No, I think see, Amla is beautiful. No, it's all very default. I can't say it's everyone knows about it. But what it's her character, which she's very straightforward, very true to herself. She does a lot of good things. No, she doesn't show off. But I know personally she did a lot of good things for her staff, for people, for everything. But what inspired his character? Amaloda character da adiyam enak rombo personal, because when she met my family, she's been part of a family immediately. She made all of us comfortable. She just mingled with your family? Yeah, just like that. There was no mental block? Nothing. I think everyone... I mingle with his family more than he mingles, actually. അല്ല, വിജയ് ഒന്നും ഇങ്ങനെ പയ്യെ ഒന്നും മാറി നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, അപ്പം ഈ സമയത്ത് we need to bring one more person who is dear to you actually. Let us see who is coming. விஜய் வந்து ரொம்ப சாஃப்ட் கேரக்டர். என்னுடைய பெரிய பையன் வந்து ஒரு டைப். அவர் வந்து எல்லாரோடையும் கலகலன்னு பேசக்கூடியவர், ஒரு யாரையும் ஈஸியாக பழகக்கூடியவர். ஆனால் விஜயை பொறுத்தவரையில் ரொம்ப சாஃப்ட் கேரக்டர். யார்கிட்டையும் அவ்வளோ ஃப்ரீயாக பேச மாட்டார். அவருடைய நேச்சுரல் எந்த கெட்ட பழக்கமும் கிடையாது அவருக்கும், ரெண்டு பேருக்குமே கிடையாது. அதில் இவருக்கு வந்து சுத்தமாக பியூர் வெஜிடேரியன், அந்தளவுக்கு அவருடைய கேரக்டர். വിജയുടെ ഫാദറാണ്. അമല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് കൊടുക്കുക ആൾക്കാർക്ക് വേണ്ടിയിട്ട്. No, what he's saying is വിജയ് വളരെ സോഫ്റ്റ് ആണ്. ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, എല്ലാവരോടും കലകല സംസാരിച്ചുകൊണ്ടിരിക്കും. വിജയ് ഭയങ്കര സോഫ്റ്റ് ആണ്. ആൻഡ് വിജയ്ക്ക് ഒരു കെട്ടപ്പഴക്കം എന്താ പറയാ, ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല, രണ്ടുപേർക്കും ഇല്ല. ബട്ട് വിജയ്ക്ക് ഒന്നുമില്ല. ചില കാര്യങ്ങൾ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താണ്, അതിൻ്റെതായ ഒരു താളം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും വിജയനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അച്ഛനുള്ളത്. Yeah, of course. For every person, அவங்க அப்பா தான் அவங்க ஹீரோவாக இருப்பாங்க கண்டிப்பாக. ஃபர்ஸ்ட் ஹீரோ யூ see is your father. അല്ല, ഈ പറഞ്ഞ സാധാരണ റിയാലിറ്റിയിൽ വേണ്ടി വിജയ്, അതായത് അമല grown up here in Kerala, it's a different actually cultural stream altogether. വിജയുടെ ബാക്ക്ഗ്രൗണ്ട് entirely different.
How is that, I mean, that chemistry built up? I mean, maybe it could be possible between both of you actually. No, I don't think so. പക്ഷേ ഒരു ഫാമിലി, ആ ഫാമിലിയെ എന്ത് what No, is the I trick think, she adopted to, I mean, I would say hijack your family like this? ஃபேமிலி லைஃப் ஆக்சுவலாக வந்து ஒரு லவ்வுக்கு வந்து ஐ டோன்ட் திங்க் ஸோ தீஸ் ஆல் இஸ் பேரியர்ஸ் பேசிக் வேவ் லென்த் அண்ட் அண்டர்ஸ்டாண்டிங் தான் ரொம்ப இம்பார்ட்டன்ட். அது 100% எல்லாருக்குமே இருக்காது. ஸோ வி ஹவ் டு மேக் இட் ஒர்க். அது ரொம்ப இம்பார்ட்டன்ட் நான் நினைக்கிறேன். എങ്ങനെയാണ് അമലെ ആദ്യമായിട്ട്? இல்ல நானும் அவர் கேட்டதுக்கு பதில் சொல்லல. சாரி, நான் வந்து உன் ஃபேமிலி எப்படி இவ்வளோ மிங்கிள் ஆயிடுச்சு? ஃபேமிலி ஓகே, that's a great goes to her completely. அது கேட்காம நீங்க ചോദിച്ചു. Because What is the magic? even actually I tell you I am very close to Amla's family. You should tell that also. No. She said that, you see, she is more close to your family than you are close Yes, to her yes. family. Yes. എന്ന് പറഞ്ഞാല് she is more closer to. Yes, because I am a very close person. I don't Little bit thrown actually. Yes. You are shy also, അല്ലേ? little bit. Little bit. Little bit shy. വരട്ടെ. விஜய்க்கான என்னோட கொஸ்டின் என்னென்னா, கொச்சினில் வந்து சங்கீத் நடந்தது. அப்போது விஜய் வந்து அம்லாக்காக ஒரு வீடியோ பண்ணியிருந்தார். அம்லா வந்து விஜய்க்காக ஒரு வீடியோ பண்ணியிருந்தாங்க. விஜய் வந்து அம்லாக்காக பண்ண வீடியோ வந்து நாங்கள் சத்தியமாக எக்ஸ்பெக்டே பண்ணாத ஒரு சர்ப்ரைஸ் எங்கள் எல்லாருக்குமே. என்னென்னா டான்ஸ் பண்ணியிருந்தாங்க. ஸோ எக்ஸ்ட்ராடினரியாக எல்லாம் எக்ஸ்பெக்டே பண்ணாத அளவுக்கு டான்ஸ் பண்ண டைரக்டர் விஜய் சார் ஹீரோ ஆகிறதுக்கு ஏதாவது சான்சஸ் இருக்கா? ஏதாவது ஐடியா வச்சுருக்கீங்களா? അമല ഒന്ന് പറഞ്ഞത്. കീർത്തി എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ ആണ്, വിജയുടെ ബ്രദർ ഉദയുടെ വൈഫ്. what she's saying is ഞങ്ങളുടെ വെഡിങ് ടൈമിൽ, സംഗീത് ടൈമിൽ ഞാൻ വിജയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് പറഞ്ഞിട്ടില്ല വീഡിയോ ചെയ്യുന്നത്, ഒബ്വിയസ്ലി സർപ്രൈസ് വീഡിയോ. അതുപോലെ വിജയ് എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ഞാനൊരു എവറിബഡി നോസ് മീ ആസ് എ പേഴ്സൺ, കുറച്ച് ഞാൻ എനർജറ്റിക് ആണ്, അതുകൊണ്ട് അത് ആർക്കും അത്ര ഷോക്ക് ആയില്ല. പക്ഷെ വിജയുടെ സർപ്രൈസ് വീഡിയോ ഇത്രയും ഷൈ ആണെന്ന് പറയുന്ന ഒരാൾ, ഹി ഡാൻസ്ഡ് ഫോർ ഓൾ മൈ ഹിറ്റ് സോങ്സ്. യെസ്, ബിഗ്ഗസ്റ്റ് ഷോക്ക് ഇൻ മൈ ലൈഫ്. വിജയുടെ അച്ഛൻ്റെ ഒക്കെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുക, ആർക്കും ക്ലാപ്പ് പോലും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഷോക്ക് ആയിരുന്നു എല്ലാവർക്കും. വിജയനെ പോലും അമല ഡാൻസ് കളിപ്പിച്ചു. That is the essence of it. No. Where is that video now? Is it available? അത് deleted. ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നു, ഏതൊക്കെയോ ഭയങ്കര ലോക്കറിലൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. No, അത് പോട്ട് മതി, വൺ ടൈം വാച്ച് അவ்வளவுதான். വിജയ് അത് വലിയ പൈസക്ക് അത് വിൽക്കണോ? അതെ, അതേ പറഞ്ഞു, ഭയങ്കര 10 lakhs ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു ആ വീഡിയോക്ക്. ഇടയ്ക്കിടയ്ക്ക് അമല അതെടുത്ത് കാണുകയും ചെയ്യണം. എൻ്റെ സംഗീതത്തിലുണ്ട്, ഞങ്ങളിപ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ കൂടെ അത് കണ്ട് ശരിക്കും അത് കാണുമ്പോൾ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ തന്നെ വിളിച്ച് സോൾവ് എവരിതിങ്. വിജയോട് ദേഷ്യം വരുമ്പോൾ അമല ഇത് ഇടയ്ക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ദേഷ്യം പോകും. ഇത്രത്തോളം കോപ്രായം കാണിച്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാളോട് വരട്ടെ. எனக்கு ஒரு பெரிய ஒரு ஒர்க் இருக்குது, உனக்காக தான் நான் வந்து மாடர்ன் ட்ரெஸ் போகிறதே விட்டுட்டேன் லைஃப்பில். பட் நான் அம்லாவை பார்த்து ரொம்ப ஷாக் ஆகிட்டேன். இப்போ வந்து அம்லா வந்து மாடர்ன் ட்ரெஸ்ஸில் தான் இருக்கான். அவள் வந்து டெய்லி சாரி கட்ட வைக்கிறது தான் எனக்கு என்னோட வருத்தத்துக்கு സൊല്യൂഷൻ. ഇതെനിക്ക് മനസ്സിലായി, ഞാൻ പറയട്ടെ. അതായത് വിജയുടെ സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞ വെച്ചാൽ വീട്ടിലെല്ലാവരും നല്ല കൺവെൻഷണൽ ഡ്രസ് ഇടണം, മോഡേൺ ഡ്രസ്. വിജയ് ചെറുപ്പത്തിലെ തൊട്ട് നോട്ട് ലെറ്റർ വെയർ. അതെ, അതിന്റെ എനിക്ക് മനസ്സിലായി. അതായത് അവരൊക്കെ നല്ല എന്താ പറയണ കൺവെൻഷണൽ ഡ്രസ് ഇടണം. പക്ഷെ അമല മോഡേൺ ഡ്രസ് ഇട്ടാൽ കുഴപ്പമില്ല. I'm telling her, but she's not listening what to do. It's a predicament of a husband. No other option, അല്ലേ? No, yeah, no other option. No other option. അമല കേട്ടോ? No, it's not about that. He's letting me myself. No. അവരൊക്കെ ചെറുപ്പം തൊട്ട് they've been like that. No, I think I should tell my sister. I love my sister, so. Yeah, you have to clarify. No, my sister was very close to me when she was growing. We used to go and cycle together. She's your elder sister? Younger sister. So we same school. Yeah. She's 2 years younger to me. So I only take her school every day. അത് ഭയങ്കര പ്രശ്നമാണ്. 2 വയസ്സ് കുറവാണ്. പിന്നെ എല്ലാ ആംഗ്ലയുടെ ശാസ്ത്രജ്ഞയ്ക്ക് അനുസരിച്ചായിരിക്കും. So then I think by time also changed. No.
ഇത് ചെറുപ്പത്തിലെങ്കിയോ നടന്നൊരു കാര്യമാണ്. ഇപ്പോഴും എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമോ? കുഞ്ഞിലെ എപ്പോഴും ഒരു എന്തോ ഒരു No, when she was 8th standard, 9th standard, 10th standard. 10th സ്റ്റാൻഡേർഡ് No, പഠിക്കും. but yeah, time changed, but I'm also telling few things, but she has to listen, no? അമല, പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒറ്റ ചോദ്യം കൂടെ. അതാ കാരണം വെച്ചാൽ അമലയുടെ എന്താ പറയണ്ടേ, സംസ്കാരം, വളർച്ചയുടെ രീതികൾ, കുടുംബാന്തരീക്ഷം, മറ്റെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വിജയുടെയും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ജെല്ല് ചെയ്ത് പോകും എന്ന കാരണം ചിലപ്പം സാധാരണത്തിൽ ഇങ്ങനെ ഷോയ്ക്ക് ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഭയങ്കര ആഹ്ലാദപൂർവ്വം ഒരു ഷോയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സാധാരണത്തിൽ വളരെ കുറവാണ്. എന്ന കാരണത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കല്ല് കടിക്കും. ഇവിടെ ദേ ആർ ഓൾ വെരി ഹാപ്പി. മാത്രമല്ല അവർക്കെല്ലാം ഭയങ്കര എന്തൂസിയാസമാണ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എങ്ങനെ അമല എന്ത് ട്രിക്കാണ് പ്ലേ ചെയ്ത് വരുമ്പോൾ? ഞാൻ ചെറുപ്പം തൊട്ടേ ഓൾവേസ് ബീൻ എ വെരി ഫ്രണ്ട്ലി പേഴ്സൺ. ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടുക്കും. ഇപ്പോൾ ഇവരൊക്കെ ദൈവത്തിരുമകൾ ഷൂട്ട് തൊട്ട് ഞങ്ങൾക്ക് അറിയാം. അമ്മയാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛനായാലും ചെറുപ്പം തൊട്ടേ അറിയാം. ആൻഡ് ആ ഒരു അപ്പോൾ തൊട്ടേ ആ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. ആൻഡ് ഹീ ഓൾസോ ഗോട്ട് വെരി ക്ലോസ് ടു മൈ ഫാമിലി. എൻ്റെ പപ്പ, ഞങ്ങൾ മാരേജിൻ്റെ ടോപ്പിക്ക് വന്നപ്പോൾ പപ്പനോട് ഞാൻ പറഞ്ഞു എനിക്ക് നെക്സ്റ്റ് ഇയർ മതി, ഇപ്പോൾ പ്രോജക്ട്സ് ഒക്കെ നടക്കുകയല്ലേ, നെക്സ്റ്റ് ഇയർ ഒരു മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ ജാൻ ആവട്ടെ. സോ പപ്പ പറഞ്ഞത് എന്തിനാണ് നെക്സ്റ്റ് ഇയർ ആക്കുന്നത്, ഈ വർഷം തന്നെ കല്യാണം കഴിക്കാമല്ലോ, ഡിസംബറിൽ തന്നെ കല്യാണം വെക്കാതാണ് ഹി സെഡ്. സോ ഇത് ലൈക്ക് ദേ ആർ എക്സ്ട്രീംലി ക്ലോസ് ടു വിജയ്. ആൻഡ് ഐ തിങ്ക് ഇത് നമ്മൾ രണ്ട് ഫാമിലിക്കും താങ്ക്സ് തോന്നണം. എപ്പോഴാണ് when did Vijay introduce Amala to your family actually? No, the ദൈവത്തിരുമകൾ ടൈമിൽ ഷൂട്ടിംഗ് സമയത്തിൽ. പക്ഷേ you said she is a close friend of mine. That's it. Yes, അല്ലേ? yes, Nothing more, nothing less. yes, So introduce your family. yes. ഞങ്ങൾ ആ ഒരു ബോണ്ടിങ് She ഉണ്ടായിരുന്നു. started, my mother started seeing like her own daughter only. അപ്പോൾ തന്നെ So the idea of Amala being your wife, അത് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് വിജയുടെ ഫാമിലിക്ക് പാരൻസിനാണോ അതോ വിജയ്ക്കാണോ? First, yeah, we spoke. After we spoke only, I told my mom. But I think they knew it. Menu and all, they knew. അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ. Yeah. നിങ്ങൾ തമ്മിലുള്ള Because I'm not കെമിസ്ട്രി. very close to everyone, so maybe they would have found her. അതെ, ഇങ്ങനെ ഷൈ ആയിരിക്കുന്ന വിജയ് എന്തുകൊണ്ടാണ് അമലയുടെ കമ്പനിയിൽ മാത്രം ഇത്രത്തോളം പോസിറ്റീവ് ആകുന്നതെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകും? Because of Amla. വരട്ടെ. Hi Mama. Hi Amulate. Independence Day. Much நீங்க ரெண்டு பேர் தான் எனக்கு ஃபேமிலியில் ரொம்ப பிடிச்ச 2 members. விஜய் மாமா பற்றி சொல்லணும்னா விஜய் மாமா will spend with us 3. After lunch he will go to ice cream shop and buy us ice cream so much. அதுவும் எங்களுக்கு மட்டும் இல்லை, எங்கள் அப்பாவுக்கும் அம்மாவுக்கும் எல்லாருக்கும் வீட்டுக்கே வாங்கி தருவாங்க, யாரெல்லாம் வீட்டுக்கு வந்தால் கூட. அமலாத்தை பற்றி சொல்லணும்னா ஏன்னா விஜய் மாமாவுக்கு இப்போ தான் கல்யாணம் ஆச்சு. அமலாத்தை வந்து எனக்கு எவ்வளோ மாதம் ஆச்சு கூட தெரியல, ஆனால் நாங்கள் எப்படியோ பழகிட்டோம். ஸோ அதனால் 2 பேரை பற்றி என்ன சொல்லணும்னா அமலாத்தையும் விஜய் மாமாவும் எப்படி சொல்கிறேன்னு தெரில, ஆனால் we like him so much. You're talking so confidently. വിജയുടെ മരുമക്കളാണല്ലേ? He's an actor too. Oh, ദേവത്തിരുമകൾ അഭിനയിച്ചിട്ടുണ്ട്. He's a very good dancer. He's my sister's son. ഓ, that's good. Okay. അപ്പം അമലയെ കുറിച്ച് എന്താണ് പറഞ്ഞത് അവിടെ? He said Amla, they got married and இப்போதான் we know her but we love her so much. ഓ, സോ എന്താ പറയണ്ടേ, ഫാമിലി മൊത്തം അമല ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ? റൈറ്റ്, ഫാദർ, മദർ. Yeah, they listen more than me. അച്ഛനായിട്ട് ഞാനാണ് കൂടുതലും കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയും, വിജയനോട് പറയണം പറയും. ഓ, ദാറ്റ്സ് ഗുഡ്. അമല, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു ബോണ്ടേജ് ഒക്കെ വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ, അതും വേറൊരു സാംസ്കാരിക ധാരയിലുള്ള ഒരു ഫാമിലിയുമായിട്ട് ഇത്രത്തോളം ഇഴുകിച്ചേരാൻ കഴിഞ്ഞു. അതും ഈവൻ വൈൽ യു ആർ വെരി ആക്റ്റീവ് ഇൻ ദി മൂവീസ്. ഈ സമയത്ത് അമലയുടെ ഒരാളെ കൊണ്ടുവരണം. നോക്കട്ടെ, ആരാ നോക്കട്ടെ. ഹായ് ബ്രോ. അമലേ, ഈ പ്രോഗ്രാം ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണമൊക്കെ നല്ല നന്നായി നടന്നു, പ്രോബ്ലംസ് ഒന്നും ഇല്ല, എല്ലാവരും 2 പേരും കാണാനും കിട്ടാറില്ല. ഈ പാവം ഞാനോട് ഒരാളുണ്ടെന്നുള്ള കാര്യം വലിയ ഓർമ്മയുണ്ടോ? നമ്മുടെ കാര്യത്തെ പറ്റി വല്ല ബോധമുണ്ടോ? നമുക്കും വേണ്ട കല്യാണമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയിട്ടില്ല നിങ്ങൾ 2 പേരും ചോദിക്കാനായിട്ട്. എങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, കുറെ ഞാൻ സഹിച്ചതാ. ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ
കയ്യിൽ വേറെ ഒന്നും കിട്ടാതെ അവൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കിട്ടിയിരുന്ന സാധനം എടുത്ത് തന്നെ പുറത്തിട്ട് നല്ലൊരു സ്ക്രാച്ച് വന്നതാണ്. അവസാനം ഞാൻ കുറേ നേരം കരയണം എന്താണെന്ന് ആലോചിച്ചിട്ട് ഇവിടെ ആർക്കും മനസ്സിലായില്ല. എൻ്റെ ടീഷർട്ടിൻ്റെ ബാക്കിൽ നിന്ന് ബ്ലഡ് വന്ന് പുറത്തേക്ക് വരുന്ന സമയം കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു വിദ്യ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആളുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും നല്ല കലാപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും നടന്നു, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേൾക്കാൻ ഒരു സുഖം, അവിടെ ചോദിച്ചത്. വിജയ് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ദുരന്തങ്ങളുടെ ഒരു ചിത്രമാണ് ഈ സാധനത്തിനെ സഹിച്ച് ഇനി എങ്ങനെയാണ് സഹിക്കുന്നത്? No, when I met first, I met Abjit, and after he comes to know our relationship, we were so happy. I was not knowing that why he was so happy initially. Then I thought he was happy. മൂപ്പര് ഹാപ്പി ആയ കാരണത്താൽ ഈ കുരിശ് അങ്ങോട്ട് പോയല്ലോ. അതാ അമല അതല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. പപ്പ അതുകൊണ്ടാന്ന് തോന്നുന്നു ജനുവരി ഒന്നും വേണ്ട, ഡിസംബർ തന്നെ. എല്ലാത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഇരിക്കുന്നു എനിക്ക് തെരില്ല. അതായത് ഉപദ്രവം, വയലൻസ് ഉണ്ടെന്ന് പറയണം. സ്വഭാവത്തിൽ വയലൻസ്, ഇടയ്ക്ക് ബ്ലേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ കീറി തരും. ഇതുവരെ അങ്ങനെ വല്ലോ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സോ ഫാർ യു ഹാവ് நிறைய இருக்கு, ഒരുപാട്. She did the same thing. പുറത്ത് ആ മൂപ്പറെ, അതായത് ആങ്ങളയുടെ പുറത്ത് ബ്ലേഡ് വെച്ചിട്ട് വിജയ്, അമലയ്ക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് തരത്തിലുള്ള വാട്ട് സോർട്ട് ഓഫ് വയലൻസ് ആണ് ഷീ ടേക്സ് ഔട്ട് ആക്ച്വലി? അവൾ കേൾക്കണ്ട, അവൾ കേൾക്കണ്ട. No, I've seen her most angry with her brother only. Not to me. Just she get upset and just she talk, but she don't talk any sense. So Sanala vande I don't take it serious. Oh, you don't take serious? Because she don't, because I know about the person. ചുമ്മാ സംസാരിച്ചോട്ടെ വിചാരിക്കും. That anger will come for 10 seconds or 20 seconds. It's a bout of anger, that's all. It will just get evaporated. 10-20 seconds. 20 seconds anger, that's all. Because I'm very short tempered. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും, it settled down immediately. Slowly I'm getting used and I think ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബെസ്റ്റ് കെമിസ്ട്രി എന്ന് പറയുന്നത് ആ ഒരു ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി. ഞാൻ എന്ത് പറഞ്ഞാലും he'll say like this, kid, just leave it. You know, he treats me like a kid literally. So അതുകൊണ്ട് എനിക്ക് മാത്രമല്ല വിജയ് ചൂടാവില്ല. ചൂടാവില്ലെന്ന് ചോദിച്ചാൽ once in a while, like if he ചൂടായി കഴിഞ്ഞാൽ തമിഴിലൊക്കെയുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രഹ്മാണ്ഡ ഡയലോഗ്. ഈ തമിഴ് സിനിമയിലൊക്കെ ഈ ചൂടായി കഴിഞ്ഞുള്ള ഡയലോഗ്, ശിവാജി ഗണേശന്റെ ഒക്കെ ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. No, that's true actually. When I get angry, she don't raise. So that is also. Yeah, once in a ഒരു മൂവിയില്ലേ ലാലേട്ടന്റെയും ഉർവശിയുടെയും, ലാലേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത്, അതുപോലെയൊക്കെ എനിക്ക് ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ he gets angry. അമലയെ കുറിച്ച് പലർക്കും നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഒരു അഭിപ്രായം കൂടി കേൾക്കാം, വരട്ടെ. ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ഉണ്ട് നമുക്കിടയിൽ. പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരുന്ന നീ അന്ന് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ ക്ലാസ് കട്ട് ചെയ്താൽ പോയത്. ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് പോകുമ്പോൾ കാർ എടുക്കാൻ പറ്റിയില്ല കോളേജിൽ നിന്ന്. അങ്ങനെ പുറത്ത് പോയി മൂവി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ 5:30 ആയി. അപ്പം കാർ പാർക്ക് ചെയ്ത സ്ഥലത്തില്ല. സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സ്കൂൾ ബസ്സിൻ്റെ ബാക്കിലായിരുന്നു നീ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂൾ വിട്ട് കുട്ടികൾ ബഹളം വെച്ചു, പാരൻസ് പ്രശ്നം ഉണ്ടാക്കി. അവസാനം പോലീസുകാർ വന്നിട്ടാണ് കാർ പാർക്ക് ചെയ്തിട്ട് പോയത്, കാർ പാർക്ക് ചെയ്തിരുന്ന് എടുത്ത് കുട്ടികൾക്ക് പോകാൻ പറ്റിയത് എന്നുള്ളത്. അങ്ങനെ അവർ അവസാനം സെക്യൂരിറ്റി പറഞ്ഞു പ്രിൻസിപ്പളിനെ കാണാതെ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രിൻസിപ്പളിനെ കണ്ടു. പ്രിൻസിപ്പൾ പറഞ്ഞു പാരൻസ് വരാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു 7 ആയപ്പോൾ പപ്പയും അമ്മയൊക്കെ വന്ന് നമുക്ക് പോകാൻ പറ്റി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കി. ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് സെയിൻറ്റ് റിസാസിൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയത് നമ്മൾ കാരണമാണ്. അന്ന് പാരൻസിനെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ അപ്പോഴും എനിക്കായിരുന്നു ടെൻഷൻ, നീ അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈവൻ വിജയ് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയുകയാണെങ്കിൽ അപ്പോഴും നീ ചിരിക്കായിരിക്കും, എനിക്കായിരിക്കും ആകെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുക. നീ എപ്പോഴും കൂളാണ്. നിന്റെ ആ പോസിറ്റീവ് എനർജി, അതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? See Amala, even after doing the gravest crimes, he's cool. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്തെല്ലാം വിജയ് ഈ ചരിത്രം കാണിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം തോന്നിവാസിയിട്ടുണ്ടെന്ന് അറിയാമോ?
വിജയ് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ കല്യാണം കഴിച്ചത്? അല്ല, ഐ തിങ്ക് നൗ വിൽ റീതിങ്ക് അബൌട്ട്. വിജയനെ അധികം എന്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ മീറ്റ് ചെയ്യിപ്പിക്കാറില്ല, അധികം കേരളത്തിലേക്ക് ഞാൻ കൊണ്ടുവരാറില്ല. ഈ അമലയെ കുറിച്ച് ഉള്ള കഥകളെല്ലാം കേട്ടാലുണ്ടല്ലോ, വിജയ് ഒരുപക്ഷെ വേണമെങ്കിൽ തമിഴ്നാട് നിന്ന് വേണമെങ്കിൽ ശ്രീലങ്കയിലേക്ക് ഒളിച്ചു. അമല ഇങ്ങനെ ഭയങ്കര ഫേമസ് സ്റ്റോറി ആയിരുന്നു. ഞാൻ കാരണം അങ്ങനെ സെന്റ് ജോസഫിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഞാനത് സ്കൂൾ ബസ്സിന്റെ പുറകിൽ പാർക്ക് ചെയ്തിട്ട് പോയി. കൂളായിട്ട് ഭംഗി ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്ന കാര്യം നോക്കുമോ, എവിടെയൊക്കെ ഇട്ടിട്ട് ഓടി പുറത്ത് പോയി. വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. വന്നപ്പോൾ അവിടെ ഭയങ്കര പോലീസും സെക്യൂരിറ്റി ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ദൈവം എന്ത് പറ്റിയേ, നമുക്ക് പയ്യെ സ്കൂട്ടാവെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സെപ്പറേറ്റ് ഒരു ഗേറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സ്കൂളിൽ നിന്ന് കൂടെ ഒക്കെ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാർ എടുക്കാൻ പറ്റുന്നില്ല. കാറിന് ചുറ്റുമാണ് പോലീസ്. ഞങ്ങൾ പയ്യെ ചെന്നിട്ട് കാർ ലോക്ക് ചെയ്തപ്പോൾ ഒരു SI എന്താ അവിടെ ഉണ്ടായിരുന്നു. ഹലോ, എങ്ങോട്ടാ? അവിടെ നിൽക്കുക. ഭയങ്കര എനിക്ക് ഐ തിങ്ക് ഐ ഓൾവേസ് ബീൻ കൂൾ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പഠിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ്സ് ഗുഡ്, അക്കാഡമിക്കലി ഗുഡ്. ഇല്ല ഉഴപ്പും, പക്ഷെ ഞാൻ മാർക്ക് ഉണ്ടാവും എനിക്ക് എക്സാമിന്. പക്ഷെ അമലയെ പിന്നെ എഞ്ചിനീയറൊക്കെ ആക്കി വലിയ ആളാക്കണം എന്നൊക്കെയാണ് പപ്പയും മമ്മിയൊക്കെ വിചാരിച്ചത്. പക്ഷെ വഴിയങ്ങ് മാറിപ്പോയി. അതെ, എൻട്രൻസ് ഒക്കെ എഴുതി എഞ്ചിനീയറിംഗ് പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും അമല? പപ്പ ആക്ച്വലി എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പപ്പ എന്നോട് ഞാൻ മോഡലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പപ്പ സമ്മതിച്ചത് എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. എനിക്ക് ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പപ്പനോട് ചോദിക്കുന്നത്, എനിക്കിങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഞാൻ ചെയ്തോട്ടെ, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും ഒട്ടും താല്പര്യമില്ല, ഐ വോണ്ട് ബി കംഫർട്ടബിൾ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോ പപ്പ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പപ്പ എന്നെ വിളിച്ച് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മമ്മീനെ കൂട്ടിയിട്ട് പോ, ചെയ്ത് നോക്ക്, സീ ഹൗ കംഫർട്ടബിൾ യു ആർ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് തന്നെ എനിക്കൊരു വലിയൊരു ഈ അമലയെ വഴുതിട്ട് മുഴുവൻ മമ്മിയായിട്ടോ സ്നേഹിച്ച് വഷളാക്കി നല്ല എഞ്ചിനീയറൊക്കെ ആക്കണമെന്ന് പപ്പ ആഗ്രഹിക്കുമ്പോൾ മോളെ നീ മോഡലിംഗ് പോയി കുഞ്ഞ. വിജയ്, ഇത് വളരെ സവിശേഷതയുള്ള ഒരു ദിവസമാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡേ, വാലന്റൈൻസ് ഡേ. അപ്പോൾ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് നമുക്ക് ഈ വാലന്റൈൻസ് ഡേയിൽ ഈ കത്തി ഏത് കത്തിക്കാ കൊടുക്കണ്ടേ? കത്തി ഉണ്ടല്ലോ, കത്തി വേറെ കത്തി വേണ്ട. ഇന്നേ വരെ ഒന്നും കൊടുത്തിട്ടില്ല, ആദ്യമായിട്ട്. യാ ഗുഡ്. താങ്ക് യു.